നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന 2025 ഫെബ്രുവരി സുഗമ ഹിന്ദി മോഡൽ ഗൈഡിൻ്റെ വീഡിയോസാണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ 7 വരെ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് പറയുന്ന 8ാമത്തതാണ്. अयां कलाम के बहाने फिल्मी लेखा यह अंश ठाणे पर काम करने वाले और बच्चों की तरह उसे भी सब छोटू कहकर बुलाते हैं. അപ്പോൾ എല്ലാവരും അവനെ ചോട്ടു എന്നാണ് വിളിക്കാറുള്ളത്. उसकी माँ जैसलमेर में किसी सुदूर देहात से आकर उसे पाटीसा की चाय की थड़ी पर काम करने के लिए छोड़ जाती है. അവൻ്റെ അമ്മ അവിടെ ഒരു ചായക്കടയിൽ അവനെ നിർത്തിയിട്ട് പോയി. അപ്പോൾ അതിൽ സഹി വികൽപ്പ് ചുൻകർ ലിഖിയെ. ഉസ്കി ഏത് വരുമ്പോഴാണ് ഉസ്കി വരുന്നത്? ഏതാണ്? ബഹു പ്ലസ് കി ആണ് ഉസ്കി വരുന്നത്. അടുത്ത 9ാമത്തത് ഗാവ് കെ അർത്ഥ് മീൻ പ്രയുക്ത് ശബ്ദ കോൺസാ ഹെ. അതിൽ ഗാവ് എന്ന അർത്ഥം വരുന്ന വാക്കാണ് ദേഹാത്ത്. 10ാമത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ചോട്ടുവിനെ സ്വയം ഹി അപ്പന നാം കലാം രഖ് ദിയ. ചോട്ടു അവൻ്റെ പേര് സ്വയം എന്താ വെച്ചിരുന്നത്? കലാം. രൺവിജയിനെ ഭാഷണമേ പ്രഥമ പുരസ്കാർ പായ. രൺവിജയിന് പ്രസംഗത്തിന് ഫസ്റ്റ് പുരസ്കാരം കിട്ടി, ഫസ്റ്റ് പ്രൈസ് കിട്ടി. ദുക്കാൻ വാലെ പാട്ടീസാനെ കലാം കി കലാകാരിക്ക് പ്രശംസാക്കി. ഇപ്പോൾ കടക്കാരൻ എന്ത് ചെയ്തു? കലാമിൻ്റെ കലാവിരുന്നിനെ പ്രശംസിച്ചു. വിദേശി ടൂറിസ്റ്റ് ലൂസി മാഡം ने കലാം को ദില്ലി ലേ ജാനെ കാ വാദാ കിയ. അവനെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പ്രോമിസ് ചെയ്തു. അടുത്ത കുട്ടിയിലെ പാഠമാണ്. അപ്പോൾ എല്ലാ ചാപ്റ്ററും പഠിച്ചു വയ്ക്കുക. എല്ലാ ചാപ്റ്ററും വേണ്ടി 1-2 ചാപ്റ്റർ വിടേണ്ടി വരും. അതേന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇതിൽ കൊടുത്തിരുന്ന ആൻസറൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. മാക്കോ ബുവാക്ക സാത്ത് ദേത്താ ദേക്ക് കുട്ട്ലി गुस्से के साथ उदास भी हो गई और सीटियाँ पर बैठ गई. सोचती रही क्या यह कर उसका नहीं, क्या उसके नाम की क्यारियाँ वह कभी नहीं खा पाएगी. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര സങ്കടമാണല്ലേ. പെൺകുട്ടികൾക്ക് പണ്ട് ഒരു കാര്യത്തിൽ എന്തില്ലായിരുന്നു? സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ കല്യാണ കാർഡിലുള്ള പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്നിനും ചിരിക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ഒരുപാട് കംപ്ലൈൻ്റ് ആയിരുന്നു. എപ്പോഴും ബുവയും അവരുടെ വീട്ടിലുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നു? കുട്ടിയെ വഴക്ക് പറയാറുണ്ട്. അപ്പോൾ മാക്കോ ബുവാക്ക സാത്ത് ദേത്താ ദേക്കർ ഓൻ ദുഃഖി ഹോ ഗയി. അപ്പോൾ അമ്മയും ബുവയും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ആർക്ക് സങ്കടം വന്നു? കുട്ടിലേക്കോ. ഇനി സഹി വാക്കി ചുൻകർ ലിഖിയ. 12ആണ്. ഗുട്ട്ലി സോച്ചിനെ ലഗ. ഗുട്ട്ലി ചിന്തിക്കാൻ തുടങ്ങി. അടുത്ത 13ാമത്തത് अक्टूबर 11 अंतर्राष्ट्रीय बालिका दिवस है. इस अवसर पर लड़की आगे बढ़े का संदेश देते हुए ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. ഒക്ടോബർ 11 अंतर्राष्ट्रीय बालिका दिवस. स्त्री शक्ति देश की शक्ति. हर लड़की आगे बढ़े, बालिकाओं को हर क्षेत्र में आगे बढ़ाए. അപ്പോൾ അന്താരാഷ്ട്രീയ ബാലിക ദിവസം സ്ത്രീ ശക്തി ദേശിക്ക് ശക്തി. സ്ത്രീയാണ് ദേശത്തിൻ്റെ ശക്തി. ഹർ ലടുക്കി ആകെ ബഡെ. എല്ലാ പെൺകുട്ടികളും മുന്നോട്ട് വരണം. ബാലികാവും കോ ഹർ ക്ഷേത്രമേ ആകെ ബഡായെ. കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ഉന്നത സ്ഥാനങ്ങൾ കൊടുക്കുക, മുൻഗണന കൊടുക്കുക. അടുത്ത 6ാമത്തെ പേജാണ്. अपने घर में पढ़ाई का अनुभव होने से गुटली परेशान है. घर के अनुभव बताते हुए वह सहेली के नाम पत्र लिखती है. അപ്പോൾ അവരുടെ വീട്ടിലെ അനുഭവങ്ങൾ കുറിച്ചുകൊണ്ട് ഗുട്ട്ലി സുഹൃത്തിനൊരു കത്ത് എഴുതുന്നത്. ഇപ്പോൾ സ്ഥാന് ഡേറ്റ് കൊടുക്കുക. പ്രിയമിത്ര തും കൈസേ ഹോ. നിനക്ക് സുഖമാണോ? ठीक है ना. घर में बुआ माँ आदि की बातें सुनकर मैं बहुत ഉദാസ് ഹോ. എൻ്റെ വീട്ടിലെ അമ്മയുടെയും ബുവയുടെയൊക്കെ കാര്യങ്ങൾ കേട്ട് ഞാൻ ആകെ വിഷമത്തിലാണ്. വേ ലോഗ് കാത്തേ ഹേ ഹം ലടിക്കിയാ പരായ ഗർക്കി അമാനത്ത് ഹേ. അവരെപ്പോഴും പറയാറുണ്ട് പെൺകുട്ടികൾ അന്യ വീട്ടിൽ പോകാനുള്ളതാണ്. ജിസ് ഘർ മേ ബഹ് ഹം ലടിക്കിയാ കാ ജന്മ ഹുവാ ഹേ വഹ് ഹമാര അപ്പനാ നഹി. നമ്മൾ ജനിച്ച വീടൊന്നും നമ്മുടേതല്ല. നമ്മളൊരു 18-20 വയസ്സൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? വേറെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ അതാണ് നമ്മുടെ വീട്. യാ തുമാരി യഹാ ഫി ഐസാ ഹേ. നിൻ്റെ എവിടെയും ഇങ്ങനെയാണോ? വഹാക്ക മാഹോൾ കൈസാ ഹേ. അവിടുത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? ഇസ്കെ വിരുദ്ധ ഹമേ സെരൂർ ലഡ്നാ ഹേ. ഇതിനെതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യണം. തുമാരി ചിട്ടിക്ക് പ്രതീക്ഷാമി ഗുട്ട്ലി. നിൻ്റെ കത്തിൻ്റെ പ്രതീക്ഷയോടെ ഗുട്ട്ലി ഹസ്താക്ഷർ. ഹസ്താക്ഷർ വെച്ചാൽ സൈനാണേ. അടുത്ത് വസന്ത് മേരെ ഗാവാണ്. കുറച്ച് സ്പീഡിനാണേ പോകുന്നത്. ഒരുപാട് വീഡിയോ ആയിപ്പോൾ. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ കേട്ട് പഠിക്കും കേട്ടോ. उत्तराखंड के हिमालय अंचल में फुलदेई से बड़ा बच्चों का कोई दूसरा त्योहार नहीं है. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയ പ്രദേശത്ത് ഫുൽദേയി ആണ് അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം. ഇതല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഉദർ ബച്ചെ ഫുൽദേയിക്ക് ജഷന്മേ ഷാമിൽ ഹോത്തെ. അവിടെ കുട്ടികൾ ഈ ഉത്സവത്തിന് പങ്കുചേരുന്നു. ഇതർ ബഡെ ഡോൾ ഡമാവു കി ഡാപ്പ് പർ ചൈതി ഗീത് ഗാത്തെ ഹെ. മുതിർന്നവർ എന്ത് ചെയ്യുന്നു? ചൈതി ഗീത് പാടുന്നു.
उत्तराखंड के हिमालय अंचल में बच्चों का सबसे बड़ा त्योहार कौन सा है? ഏറ്റവും വലിയ ഉത്സവം ഏതാണ്? ഫുൾദേയി. അടുത്ത വാക്യ പടേ और വിശേഷണ ശബ്ദ ചുൻകർ ലിഖേ. ഫുൾദേയി സെ ബഡാ ത്യോഹാർ നഹി. അതിൽ ബഡയാണ് വിശേഷണമായിട്ട് വരുന്നത്. അടുത്ത പിരമിഡാണ്. ലോക ഗാത്തേ ഹെ. പിരമിഡ് വരച്ച് തന്നെ എഴുതുക. അതിൽ 2 പോയിന്റ് കൊടുത്തിരിക്കും. ബാക്കി 2 പോയിന്റ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കും. അത് നോക്കി എഴുതുക. ഇതൊക്കെ 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ലോക ഗാത്തേ ഹെ ആളുകൾ പാടുന്നു. ലോക ഗീത് ഗാത്തേ ഹെ ആളുകൾ പാട്ട് പാടുന്നു. ലോക ചൈതി ഗീത് ഗാത്തേ ഹെ ആളുകൾ ചൈതി പാട്ട് പാടുന്നു. ലോക വസന്ത് മേ ചൈതി ഗീത് ഗാത്തേ ഹെ. അടുത്ത് വരുന്നത് 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ പേജിൽ 17ാമത്തെ ചോദ്യം. അപ്പോൾ 17, 18, 19 ആകുമ്പോഴേക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തീരെയാണ്. അപ്പോൾ നമ്മുടെ സുഗമ ഗൈഡിൽ 3 മോഡൽ ചോദ്യ പേപ്പറാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദ്യ പേപ്പറിൻ്റെ 2 വീഡിയോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത് 2ാമത്തെ ചോദ്യ പേപ്പറിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അടുത്ത ठाकुर का कुआ. जोकू ने लोटा मुँह से लगाए तो पानी में सख्त बदबू आई. ജോക്കു എന്ത് ചെയ്തു? ലോട്ട എന്തിനൊക്കെ ഉണ്ട് അല്ലേ, അതിങ്ങനെ വായിലോട്ട് വെച്ചപ്പോൾ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഭയങ്കര ബദ്ബു എന്താണ്? സ്മെല്ല്. ഗംഗി ബോല യഹ് കൈസാ പാനി ഹെ. അപ്പോൾ ഗംഗീസേ ബോല, ഗംഗിയോട് പറയാണ്, ഗംഗി ഇതെന്താ വെള്ളം? ഓ മാറിയിട്ട് വയ്യ. മാരേ ബാസ്കി പിയാ നഹി ജാത്താ, ഗല സൂക്കാ ജാ രഹേ ഹെ ഓർ സടാ പാനി പിലായി ദേത്തി ഹെ. തൊണ്ടാണെങ്കിൽ വരണ്ട് പോണു, നീയാണെങ്കിൽ അഴുക്ക വെള്ളമാണോ തരുന്നത്? അപ്പോൾ ജോക്കു ആ വെള്ളത്തെക്കുറിച്ച് കുറ്റം പറയാണ്. ഗല സൂക്കാ ജാ രഹാ കാ മത്ലബ് ക്യാ ഹെ എന്താണ്? ബഹുത്ത് പ്യാസ് ലഗ് രഹി ഹെ. എന്താണ് ഗല സൂക്കാ ജാ രഹാ? അതിൻ്റെ അർത്ഥം എന്താണ്? ബഹുത്ത് പ്യാസ് ലഗ് രഹി ഹെ, അതിയായി ദാഹിക്കുന്നു. പാനിക്ക് സഡ്നേക്ക് ക്യാ ക്യാ കാരണം ഹോ സക്തേ ഹെ. വെള്ളം മലിനമാകാനുള്ള കാരണം എന്തൊക്കെയാണ്? കോയി ജാൻവർ പാനിമേ ഗിർക്കർ മരാ പടാ ഹോഗ. ഒന്നുകിൽ ഏതെങ്കിലും മൃഗം ചത്ത് കാണും, അല്ലെങ്കിൽ കോയി പ്രദൂഷിത ചീസെ പാനിമേ ഗിരി ഹോഗി, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വേസ്റ്റ് ഇട്ട് കാണും. അപ്പോൾ ഈ 2 കാരണം കൊണ്ടാണ് വെള്ളം മോശമായത്. ഇനി അവർ തമ്മിലുള്ള സംഭാഷണം. ജോക്കു ഗല സൂക്കാൻ ജാ രഹാ ഹെ തോടാ പാനിയിലാവോ. തൊണ്ട വരണ്ടു പോകുന്നു, കുറച്ച് വെള്ളം തരുമോ? ഗംഗി ലോട്ടേമേ പാനി ഹെ. അപ്പോൾ ഗംഗി പറയാണ് ലോട്ടയിൽ വെള്ളമുണ്ട്. അപ്പോൾ ജോക്കു യഹ് കൈസാ പാനി ഹെ. ഓ എന്തൊരു വെള്ളം. മാരേ ബർസേ പിയാ നഹി ജാത്ത. നാറ്റം കാരണം കുടിക്കാൻ കഴിയുന്നില്ല. തൂ സടാ പാനി പിലായി ദേത്തി ഹെ. നീ അഴുക്ക വെള്ളമാണോ തരുന്നത്? അപ്പോൾ ഗംഗി നഹി മേരാ മത്ലബ് വഹി നഹി താ. അല്ല ഞാൻ പറഞ്ഞത് അതല്ല. ജോക്കു ഫിർ ക്യാ, പിന്നെന്താ? ഗംഗി കൽ ഷാം കോ കുയേ സെ പാനി ലായാ താ. ഇന്നലെ വൈകിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നു. തബ് ഉസ്മേ ബദ്ബു ബിൽക്കു നഹി താ. അപ്പോൾ അതിൽ ഒട്ടും നാറ്റമില്ലായിരുന്നു. അപ്പോൾ ആജ് കൈസേ, അപ്പോൾ എങ്ങനെ ഇന്ന്? അപ്പോൾ ജോക്കു മുझे क्या पता, എനിക്കറിയില്ല. അപ്പോൾ ഗംഗി പറയാണ് ലോ മേ ദേഖ് ലോ. ഹാ സച്മുച്ച് ബദ്ബു ഹെ. ശരിക്കും നല്ല നാറ്റമുണ്ട്. മേ ദൂസരാ പാനി ലാവുങ്ക, ഞാൻ വേറൊരു വെള്ളം കൊണ്ട് തരാം. ഇനി ഒന്നുകിൽ സംഭാഷണം ചോദിക്കും, ഇല്ലെങ്കിൽ ഗംഗിയുടെ സ്വഭാവം. ഒരു 3-4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് എഴുതുക. ഹിന്ദിക്ക് അമർ സാഹിത്യകാർ പ്രേംചന്ദ് की मशहूर कहानी ठाकुर का कुआं की नाയിക है ഗംഗി. ഹിന്ദിയിലെ പ്രശസ്ത കവിയായ പ്രേംചന്ദിൻ്റെ ഫേമസ് ആയ കഥയാണ് ഠാക്കൂർ കാ കുആ. അതിലെ നായികയാണ് ഗംഗി. ഗംഗി അപ്പനെ പതി ജോക്കു സെ ബഹുത്ത് പ്യാർ കർത്തി ഹെ. ഗംഗിക്ക് തൻ്റെ ഭർത്താവായ ജോക്കുവിനോട് ഒരുപാട് സ്നേഹമാണ്. ദോനോ നിമ്നജാതി കെ ലോഗോ കി പ്രതിനിധി ഹെ. അവർ രണ്ടുപേരും താഴ്ന്ന ജാതിക്കാരുടെ മാതൃകയാണ്. समाज के गरीब और निम्न जाति के लोग कई प्रकार के शोषण में शिकार है. സമൂഹത്തിൽ പാവപ്പെട്ട നിമ്നജാതിയിൽപ്പെട്ട ആളുകൾ ഒത്തിരി ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചൂഷണം शिकार അടിമയാവുക, വേട്ടയാടുക എന്ന് പറയാം. ഗംഗി इसके विरुद्ध आवाज उठाना चाहती है. ഗംഗി ഇതിനെതിരായിട്ട് ശബ്ദമുയർത്തുന്നു. यहाँ ഗംഗി के विद्रोही मन का परिचय मिलता है. ഇവിടെ ഗംഗിയുടെ വിദ്രോഹമാണ് കാണുന്നത്, വൈരാഗ്യമാണ്. സാഥി ഹി വഹ് സാഹസി മഹിള ഹെ. അതിനോടൊപ്പം തന്നെ അവളൊരു സാഹസിയായ മഹിളയാണ്. അപ്പനെ പതി കി പ്യാസ് ബുജാനി കെ ലിയെ വഹ് ഠാക്കൂർ കെ കുയേ തക്ക് ജാതി ഹെ. തൻ്റെ ഭർത്താവിൻ്റെ ദാഹം മാറ്റുന്നതിന് വേണ്ടി കിണറ്റിൽ വരെ പോകുന്നുണ്ട്. इसी प्रकार गंगी को एक साहसी आत्मसम्मानवादी समाज की कुरीतियों पर संघर्ष कर रखने वाली महिला के रूप में प्रस्तुत किया है. ഇപ്രകാരം ഗംഗിയെ ഒരു സാഹസിയായ ആത്മധൈര്യമുള്ള സമൂഹത്തിൻ്റെ കുരുതികൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉത്തമ
മഹിളയുടെ രൂപത്തിലാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ ചോദ്യപേപ്പറിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു. അപ്പോൾ 2 പാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒന്നാമത്തെ ചോദ്യപേപ്പറിൻ്റെത്. അപ്പോൾ ഇതിൻ്റെ നോട്ടില്ലാത്ത കുട്ടികൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ഇത് എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ നോട്ടൊക്കെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന്, ആനുവൽ എക്സാമിന്, സുഗമയ്ക്കൊക്കെ ഒരുപാട് പ്രയോജനം കിട്ടും. അപ്പോൾ ഈ ഒരു നോട്ടില്ലാത്തവരൊക്കെ എഴുതിയെടുക്കുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. മറ്റൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ അടുത്തിടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്തേ.